ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, റിവ്യൂ അൺബോക്സിങ് ഒക്കെ ഇട്ടിട്ട് ഏകദേശം കുറേ മാസങ്ങളായി തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോയ VY-MM1ൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരാഴ്ച ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. നേരത്തെ അൺബോക്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. ഇപ്പം എല്ലാം കൂടെ നേരെ പറക്കി വെച്ചിട്ട് ഒന്നും കൂടെ അൺബോക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആയിരിക്കും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ വ്ളോഗിങ് സ്റ്റിക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റാൻഡ് രൂപത്തിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് വോയിസ് ഓവർ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിത് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ബോയ VY-MM1ൻ്റെ ബോക്സ് ഇരിക്കുന്നത്. ചെറിയ ചപ്പും ചിലങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് വന്നപ്പോഴേ ഇങ്ങനെയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു റീപബ്ലിഷ്ഡ് സാധനമാണെന്നാണ് തോന്നുന്നത്, റിട്ടേൺ അയച്ച സാധനമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെയുള്ള പാക്കിങ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. നമ്മളെ നോർമൽ ബോക്സ് പോലെയൊക്കെ തന്നെയാണ്. അത് നൈസായിട്ട് പൊളിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്താണ് ഇതേപോലെ ഒരു ബോക്സും വരുന്നത്. അത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ആ ബോക്സ് വരുന്നത് കേട്ടോ. ഞാൻ ഇത് അൺബോക്സിങ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാർഡ്ബോർഡൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡെന്ന് പറയുന്നത്. ഇത് നമുക്ക് വാറണ്ടി പീരീഡ് വെച്ച് കംപ്ലൈൻറ്റ് റിട്ടേൺ ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ മാനുവൽ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ തന്നെ നമുക്കൊരു നല്ല അടിപൊളി മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു പൗച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ മൈക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കാനായിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ബോയയിലെ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ കേബിൾ കാണാനായിട്ട് സാധിക്കും. ഈ പ്ലഗ് ആണെങ്കിൽ 3.5mm TRRS കണക്ടറാണ് കേട്ടോ. ഓഡിയോ ജാക്കാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണതും അതോടൊപ്പം തന്നെ ഫോണിൽ കണക്ട് ചെയ്യണതും എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്ന് വ്യത്യാസമുണ്ട്. അത് തിരിച്ചു കൊടുത്താൽ സൗണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. പിന്നെ ഇത് നമുക്ക് വരുന്നത് ക്യാമറയിലും ഗോപ്രോയിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള പിന്നാണ് ഇത് വരുന്നത്. ഇതാണെങ്കിൽ 3.5mm TRS കണക്ടറാണ്. ക്യാമറയിലും ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് റെഡും അതോടൊപ്പം തന്നെ ബ്ലാക്കും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ മൈക്കാണ് വരുന്ന അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് നല്ല മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയതിനാണ്. നല്ല കട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബോയയുടെ ഒരു ലാബിൽ അതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിലിക്കൺ ജെല്ലും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബോയയുടെ കമ്പനിയുടെ വെൽക്കം കാർഡും കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മൈക്കിൻ്റെ ഹോൾഡർ എടുത്തതിന് ശേഷം നമ്മുടെ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല റിസ്ക് പരിപാടിയാണ് ഇതേപോലെ കണക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പൊട്ടിപ്പോകുമെന്നൊരു പേടിയുണ്ടാവും. ഫൈനലി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മൈക്കിൻ്റെ കണക്ടർ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടാണ് ഈ കണക്ടർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേബിളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗോപ്രോ ഉപയോഗിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ക്യാമറ ഉപയോഗിക്കുമ്പോഴാണ് ഈ ജാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ വ്ളോഗിങ് സ്റ്റിക്കിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതേപോലെ മൈക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മുടെ ട്രൈപോഡിലും ചെറിയ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വ്ളോഗിങ് സ്റ്റിക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ റെഡ് സംഭവം ഉണ്ടല്ലോ, അത് ചെറിയൊരു ബെൻഡുണ്ട്. നമ്മൾ ഈ മൈക്ക് വയ്ക്കുമ്പം തന്നെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ആഡൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മൈക്കിൻ്റെ വെയിറ്റ് വരുന്നത് 86 ഗ്രാം മാത്രമാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മൈക്കിൻ്റെ വേറൊരു മൈക്കിൻ്റെ ഓഡിയോയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അല്ലാതെ ഇതിൽ വേറെ എഡിറ്റിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ അൺബോക്സിങ് കണ്ടതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റിക്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. മൈക്ക് വെച്ച് ഇത് മെയിനായിട്ടും വോയിസ് ഓവർ ചെയ്യാനായിട്ട് മാത്രമേ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉപയോഗമുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ നോർമൽ മൈക്കിൽ നിന്നാണ് കേൾക്കുന്നത്, ബോയിൽ നിന്നല്ല കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു റൂമിലാണ്. റൂമിൽ ഫാനുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി ചെറിയ ചെറിയ നോയ്സും എനിക്ക് കേൾക്കാൻ പറ്റും. വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നോയ്സ് ഉണ്ടെങ്കിൽ ഇതിൽ വേറെ ഒരു എഡിറ്റിങ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ മൈക്കിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇനി നമുക്ക് ബോയയിലൊന്ന് കേട്ട് നോക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ബോയ VY-MM1ൻ്റെ മൈക്ക് ഔട്ട്പുട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. കണ്ടില്ലേ? ഇപ്പം ഫാൻ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിൽ നല്ല നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ക്യാപ്ചർ ആവുമെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ വിൻഡ് ഷീൽഡൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം സൗണ്ട് ഉണ്ട്. ഇതിൽ നേരത്തെ വെച്ച് ഷൂട്ട് ചെയ്ത് ആണോ കൊള്ളാവുന്നത്, ഇതാണോ കൊള്ളാവുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്തി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. എൻ്റെ യൂസിന് വാങ്ങിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് 1600 രൂപയാണ്. നമുക്കിതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് റേറ്റ് കുറച്ചും കൂടിയൊക്കെ നിൽക്കും. അപ്പോൾ 1300, 1000 രൂപ, 1700 അതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം സൗണ്ട് ക്യാപ്ചർ ആവുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇവിടെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകും. എൻ്റെ ഒരു മെയിൻ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ റൂമിൽ തന്നെ റൂമിൽ ഇതേപോലെ വോയിസ് ഓവർ ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ അത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സൗണ്ട് വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഔട്ട്ഡോർ വെളിയിൽ പോയിട്ട് ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഔട്ട്പുട്ട് ഓഡിയോ ഇട്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അതിൻ്റെ നോർമൽ മൈക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലും എന്തുമാത്രം സൗണ്ട് ക്യാപ്ചർ ആവുമെന്ന് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? ഇപ്പം പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോയ്സ് കാര്യങ്ങളൊക്കെ കാണും. അതോടൊപ്പം തന്നെ റോഡ് സൈഡിലാണ് വീഡിയോ എടുക്കുന്നത്. വീടും റോഡ് സൈഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഈ ബോയ BY-MM1 മൈക്കിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോയ BY-MM1 മൈക്കിൻ്റെ ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ? അടിപൊളി സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാനിൻ്റെ സൗണ്ട് ക്യാപ്ചർ ആവുമെന്ന് അറിയത്തില്ല, അതും ഇട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം വെളിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറേ നാളായി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ അൺബോക്സിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. ഇത് വാങ്ങിയപ്പോൾ എനിക്ക് റീപബ്ലിഷ്ഡ് സാധനമാണെന്ന് ഒരു ഡൗട്ടുണ്ട്. കാരണം കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ഒരു ടാപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേറൊരു സുഹൃത്ത് ഇതേപോലത്തെ ഒരു മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം 1300 രൂപയോ അങ്ങനെ എന്തോ ആണ് എടുത്തത്. അത് നല്ല മൈക്കായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. സൗണ്ട് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ ബോക്സിൽ ചെറിയ ചുളുങ്ങും അതോടൊപ്പം തന്നെ കുറച്ച് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും മൈക്ക് നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അല്ലാതെ മൈക്കും കേടായിരുന്നെങ്കിൽ ഞാൻ റിട്ടേൺ അയക്കുമായിരുന്നു. അതിൻ്റെ പിറകിൽ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്തൊരിക്കലെല്ലാം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.